ഹായ്, നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത് പൈത്തണിലെ ലിസ്റ്റാണ്. നമ്മൾ ഇതുവരെയൊക്കെ വാല്യൂസ് അസൈൻ ചെയ്തിരുന്നത് ഒരു വേരിയബിളിൽ ഒരു സിംഗിൾ വാല്യൂ ആയിരുന്നു ഇതുപോലെ. അപ്പോൾ അതിൽ നമുക്ക് അറ്റ് എ ടൈം ഒരു വാല്യൂ മാത്രമേ ഹോൾഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷേ പൈത്തണിൽ നമുക്ക് ഒരു വേരിയബിളിൽ അറ്റ് എ ടൈം മൾട്ടിപ്പിൾ വാല്യൂസ് ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റ ടൈപ്പ്, ഒരു കോമ്പൗണ്ട് ഡാറ്റ ടൈപ്പാണ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ലിസ്റ്റ് മാത്രമല്ല, വേറെ 2-3 ടൈപ്പ് കോമ്പൗണ്ട് ഡാറ്റ ടൈപ്സ് പൈത്തണിൽ അവൈലബിൾ ആണ്. അപ്പോൾ ലിസ്റ്റ് എങ്ങനെയാണ് നമുക്ക് ഡിഫൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതൊരു സിമ്പിളായിട്ടുള്ള ലിസ്റ്റിൻ്റെ എക്സാമ്പിളാണ്. ഇത് നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സിക്യൂട്ട് ചെയ്ത് നോക്കുന്നു. ഇപ്പോൾ ഈ വാല്യൂസ് എല്ലാം പ്രിൻ്റ് ആയിരിക്കുന്നത് കാണാം. ഈ ലിസ്റ്റിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ വേരിയബിളിൻ്റെ പേര് ഈക്വൽ ടു സ്ക്വയർ ബ്രാക്കറ്റിൽ കോമ സെപ്പറേറ്റഡ് ആയിട്ടാണ് വാല്യൂസ് കൊടുക്കേണ്ടത്. ലിസ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് അലൗഡ് ആണ്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒന്നും കൂടി എ കൊടുക്കാവുന്നതാണ്. നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം. പ്രിൻ്റായി. പിന്നെ അതുപോലെ തന്നെ ഏത് ടൈപ്പ് ഓഫ് വാല്യൂസ്, നമ്മളിപ്പോൾ ഇതുവരെ ഇതിൽ കൊടുത്തേക്കുന്ന സ്ട്രിങ്സ് മാത്രമാണ്. നമുക്ക് വേണമെങ്കിൽ നമ്പർ ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ കൊടുത്താലും ലിസ്റ്റിൽ അത് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ വാല്യൂസ് അറ്റ് എ ടൈം സ്റ്റോർ ചെയ്ത് ഇതിനെ ആക്സസ് ചെയ്യുന്നത് ഇതിൻ്റെ ഇൻഡെക്സ് ത്രൂ ആണ്. നമ്മൾ ഇൻഡെക്സ് നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞ സ്ട്രിങ്സിൻ്റെ ഫങ്ഷൻസിലൊക്കെ പറഞ്ഞ പോലെ ഇൻഡെക്സ് എപ്പോഴും 0 എന്നാണ് ആക്സസ് ചെയ്യുന്നത്. ഇപ്പോൾ അതിൽ നമുക്കിപ്പോൾ ഒരു ആദ്യത്തെ എലമെൻറ്റ് മാത്രമായിട്ട് പ്രിൻ്റ് ചെയ്യണം എന്നെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട എക്സ് ഓഫ് 0 എന്നാണ്. 0th എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് ആദ്യത്തെ എലമെൻറ്റാണ്. അതുകൊണ്ടാണ് ഈ എ പ്രിൻ്റ് ആയിരിക്കുന്നത്. പിന്നെ അതുപോലെ നമുക്ക് അവസാനത്തെ എലമെൻറ്റ് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ എക്സ് ഓഫ് -1 കൊടുത്താൽ മതി. -1 ആണ് അവസാനത്തെ ഇൻഡെക്സ്. ഇവിടെ 12 ഇപ്പോൾ പ്രിൻ്റ് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ഒരു റേഞ്ച് ഓഫ് വാല്യൂസ്, ഫോർ എക്സാമ്പിൾ ഒരു ലിസ്റ്റിലെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ടു എൻഡിങ് പോയിൻ്റ് നമ്മളിവിടെ ഇപ്പോൾ കൊടുക്കുകയാണെങ്കിൽ 2 to 5 എന്ന് കൊടുത്താൽ റേഞ്ച് ഓഫ് എലമെൻറ്റ്സ് നമുക്ക് പ്രിൻ്റ് ആവുന്നതാണ്. ഇപ്പോൾ 2 എന്ന് പറയുമ്പോൾ അത് തേർഡായിട്ട് എടുക്കുന്നത്, കാരണം 0 എന്നാണ് ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 0, 1, 2 അത് കഴിഞ്ഞിട്ടുള്ള മൂന്ന് എലമെൻറ്റ്സ് ആണ് വരുന്നത്. 2 to 5 എന്ന് പറയുന്നത് 3 എലമെൻറ്റ്സ് ആണ്. അപ്പോൾ 1, 2, 3 അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ CDE എന്ന് പറയുന്നത് പ്രിൻ്റ് ആയിരിക്കുന്നത്. പിന്നെ ഇതിൽ നമുക്ക് സ്ട്രിങ്സിലൊക്കെ പഠിച്ച പോലെ നമ്മൾ ലെങ്ത്ത് കാണാൻ LEN എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തു. അത് നമുക്ക് ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. LEN കൊടുത്തു കഴിഞ്ഞാൽ ലെങ്ത്ത് പ്രിൻ്റ് ആവുന്നതാണ്. ഇതിൻ്റെ ലെങ്ത്ത് 7 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി. പിന്നെ അത് കൂടാതെ ലിസ്റ്റിന് പൈത്തൺ ബൈ ഡിഫോൾട്ടായിട്ട് വേറെ കുറേ ഫങ്ഷൻസ് നമുക്ക് തരുന്നുണ്ട് നമ്മുടെ പ്രോഗ്രാമിംഗ് ടാസ്ക് ഈസിയാക്കാനായിട്ട്. അതിലൊന്നാണ് നമുക്കൊരു എലമെൻറ്റ് ആഡ് ചെയ്യണം. അവസാനത്തെ ഈ ലിസ്റ്റിലേക്ക് ഒരു എലമെൻറ്റ് ആഡ് ചെയ്യണമെങ്കിൽ x.append എന്ന് പറയുന്ന ഫങ്ഷൻ കോൾ ചെയ്താൽ മതി. അതിലേക്ക് നമുക്ക് കൊടുക്കേണ്ട എലമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ആ വാല്യൂ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിൽ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. 15 ഇപ്പോൾ ഇതിൽ ലാസ്റ്റായിട്ട് ആഡ് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇപ്പോൾ ഒരു എലമെൻറ്റ് കളയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൽ 15 നമ്മൾ ആഡ് ചെയ്തു. 15 നമുക്ക് കളയണം. ലാസ്റ്റ് എലമെൻറ്റ് കളയണമെങ്കിൽ ബൈ ഡിഫോൾട്ട് പോപ്പ് എന്ന് പറയുന്ന ഒരു ഫങ്ഷനുണ്ട്. ഫങ്ഷൻ വെറുതെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു ലിസ്റ്റിലെ അവസാനത്തെ എലമെൻറ്റാണ് റിമൂവ് ചെയ്യുന്നത്. അതിപ്പോൾ നമ്മൾ കാണാൻ കഴിയുന്നതാണ്. ഇപ്പോൾ 15 ഇതിനകത്ത് പോയിരിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഇൻഡെക്സിൽ സപ്പോസ് നമുക്ക് ഈ പി എന്ന് പറഞ്ഞ എലമെൻ്റാണ് ഇതിൽ കളയുന്നുണ്ടെങ്കിൽ ഈ പോപ്പിൻ്റെ ഇൻഡെക്സ് നമുക്ക് പറഞ്ഞു കൊടുക്കാം.
ഇൻഡെക്സ് അനുസരിച്ച് ഇൻഡെക്സിലെ എലമെൻറ്റ് കളയുന്നതാണ്. ഇപ്പോൾ നമ്മൾ 1 കൊടുത്തപ്പോൾ ഇൻഡെക്സ് 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് അത് സെക്കൻഡ് എലമെൻറ്റിനെ റിമൂവ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ബി ഇല്ലാത്ത ഒരു ലിസ്റ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇതിൽ ഒരുപാട് യൂസ്ഫുള്ളായിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. നമുക്കിത് ഇനി വരുന്ന വീഡിയോയിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാവുന്നതാണ്.